കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന കക്ക മുരിങ്ങയിലയിട്ട് ചിക്കിയതാണ് കക്ക. അപ്പോൾ നമ്മളിത് കണ്ട, ഇതാണ് മുരിങ്ങയില. നമ്മുടെ തൊടിയിലുള്ള മുരിങ്ങയിൽ നിന്ന് ജിനീഷ് പറിച്ചുകൊണ്ട് വന്ന മുരിങ്ങയിലുണ്ട്. അപ്പോൾ ഞാൻ 2 കിലോ കക്ക മേടിച്ച് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കത്തിച്ച് നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂണ് 1.25 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊന്ന് ഇളക്കി ഇപ്പം നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം വെച്ചിട്ടില്ല. നല്ല കഴുകി നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് വെള്ളം ഉണ്ടാകും. കക്കായൊന്നും വെള്ളം വെച്ച് നമ്മൾ വേവിക്കരുത്. പക്ഷേ കക്കയുടെ അതൊക്കെ നമ്മൾ തിളച്ച് വരുമ്പോൾ വെള്ളം ഊർണ്ണയാണ്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് നമുക്കിനി ഇതിനകത്തായിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കും. ഞാൻ 1 സ്പൂണ് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. 1 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കക്ക ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കക്ക വേകണ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കണ ഈ മുരിങ്ങയില ചേച്ചി ഒന്ന് അടത്തിയെടുക്കാൻ പോണെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടത്തിയെടുക്കാം. നമ്മൾ ഈ മുരിങ്ങയില അടത്തി വെക്കുമ്പോൾ അത് ഇതൊക്കെ എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉണ്ടാക്കുന്ന കക്കയാണ്. പണ്ടുള്ള കാലത്തൊക്കെ മുരിങ്ങയില ഇട്ടാണ് നമ്മൾ കക്ക ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളുടെ വീട്ടിലൊക്കെ എൻ്റെയൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നത് ഇങ്ങനെ മുരിങ്ങയില ഇട്ടെന്നൊക്കെ നമ്മൾ 50 രൂപയുടെ കക്കയൊക്കെ കിട്ടും. ഇപ്പോൾ കക്കാക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ എല്ലാം കൊണ്ടും ഗുണം ചെയ്യും. മുരിങ്ങയില എല്ലാം കൊണ്ടും നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഹെൽത്തിക്കൊക്കെ ഏറ്റവും നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ 50 രൂപയൊക്കെ മേടിക്കുമ്പോൾ ഒരു പിടിയോളം കക്ക ഉണ്ടാവുള്ളൂ. വേറൊരു സത്യം, നല്ലമായൊരു സത്യം ചേച്ചി പറയാൻ കേട്ടോ. മുരിങ്ങയില ഇടുന്നത് ഗുണമാണ്. പക്ഷേ ഈ 3-4 മക്കളുള്ളവർക്കൊക്കെ തികയണ്ടേ മക്കളെ? അതിന് വേണ്ടിയാണ് എൻ്റെ അമ്മയൊക്കെ മുരിങ്ങയില ഇട്ട് ചിക്കണം. മുരിങ്ങയിലയും തേങ്ങയും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി പൊലിമ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയൊക്കെ ഇത് ചെയ്ത് തന്നത്. അതൊരു സത്യം തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ചേച്ചി ഇതൊന്ന് നടത്തിയെടുക്കട്ടെ. അപ്പോൾ മക്കളെ, നമ്മുടെ കക്കയൊക്കെ നല്ലോണം വെന്ത് കണ്ട, ഒരു തുള്ളി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്ത് നല്ല വറ്റിയത്, ജലാംശങ്ങളൊന്നുമില്ലാതെ നമ്മളത് ഒരു പാത്രത്തിൽ കോരി വെച്ചേക്കുന്നുണ്ട. അപ്പോൾ നമ്മുടെ ഓൾറെഡി ചേച്ചി നേരത്തെ കത്തിച്ച് വെച്ചേക്കും. നാടൻ ഭക്ഷണശാലയിൽ ഉച്ചയൂടിന് സമയമായി, മണി 12 കഴിഞ്ഞ്. അപ്പോൾ ചേച്ചി ഇട്ട് ധൃതി കൂടും കേട്ടോ മക്കളെ. അപ്പോൾ ചേച്ചി സ്റ്റൗ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചേച്ചി അതിനകത്തായിട്ട് ഒരു 150 ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 കിലോ കക്കയിൽ മേടിച്ച് വെച്ചേക്കണം. അതിന് ഞാൻ 150 ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തായിട്ട് ഒരു സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ഒന്ന് എണ്ണയുടെ അകത്ത് കിടന്നൊന്ന് പൊട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു 6 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, 2 വലിയ സവാള ചേച്ചി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിത് ഇതേപോലെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളക് കുട്ടപ്പന ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് എണ്ണയുടെ അകത്ത് കിടന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ കറിവേപ്പില കുട്ടപ്പന്മാരെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ തീർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേക്ക് ആ എണ്ണയുടെ അകത്ത് കിടന്ന് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പതേ കിടക്കണം നമ്മുടെ സവാള. എന്നെ എന്താ ഇടാത്ത അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഈ സവാള കുട്ടപ്പനെയും കൂടി ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൊന്ന് ഇട്ടേക്കണേ മക്കളെ. ചേച്ചി പറയണത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനോട് കമൻറ്റിലൊന്ന് അറിയിച്ചേക്കണേ മക്കളെ. നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളുടെ സവാളയൊക്കെ നല്ലോണം പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്കൊരിത്തിരി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തായിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്ത് നേരത്തെ ഓൾറെഡി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊടി 1 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. കറി മസാല 2 സ്പൂണോളം കറി മസാല ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കണം കക്ക ഇത് കണ്ടത് ഇതേപോലെ നല്ലോണം ഒന്ന് വാടണം. അപ്പോൾ നമ്മുടെ മസാലക്കുട്ടപ്പന്മാരൊക്കെ നല്ലോണം ഒന്ന്
മൂത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലും പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് നമ്മുടെ വേവിച്ച് വെച്ചേക്കണ കക്ക. അത് കണ്ട അതെങ്ങനെ എന്നെ എന്ത് ഇടാത്തമ്മേ എന്ന് പറഞ്ഞിരിക്കണേ. അപ്പം നമ്മുടെ കക്കയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മക്കളെ. അപ്പം അതേ നമ്മുടെ കക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കക്കയൊക്കെ ഒന്ന് ആ എണ്ണയുടെ അകത്ത് കിടന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് സ്ലോവിൽ വെച്ച് കൊടുക്കാം. ആ എണ്ണയുടെ അകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മൊരിയട്ടെ. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളിവിടെ നമ്മുടെ നാടൻ ഭക്ഷണശാല നമ്മുടെ കസ്റ്റമറിന് ചിലവർക്ക് നല്ലോണം ട്രൈ ആകണം, ചിലവർക്ക് നല്ലോണം ട്രൈ ആകണം ഇഷ്ടമല്ല. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുമെന്നറിയാമോ? എല്ലാം ഒരേപോലെ എടുക്കാനൊക്കെയല്ല ചേച്ചി, രണ്ടും മധ്യത്തിൽ എടുക്കും. അപ്പോൾ ഒന്ന് നമുക്കതൊന്ന് എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം മക്കളെ. അപ്പോൾ അതങ്ങനെ ഒന്ന് ഡ്രൈ ആയി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ചേച്ചി ഒന്നതേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ചേച്ചി പോട്ടെ. അപ്പോൾ അതേ മക്കളെ നമ്മുടെ കക്കായൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ട ഇതേപോലെ വേണം നമ്മുടെ കക്ക റെഡിയാക്കാൻ. നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കൂട്ടം സാധനം കൂടി നമുക്ക് ഇതിനകത്ത് ഇടാനുണ്ട് മക്കളെ. അപ്പോൾ അതേ ചേച്ചി നമ്മുടെ തേങ്ങ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, നാളികേരം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ടിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി ആ തേങ്ങയൊക്കെ എണ്ണയുടെ അകത്ത് കിടന്നൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടാ ഇത് കാണുമ്പോൾ നാവിൽ കൊതി ഊറിയല്ലേ മക്കളെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചുറ്റിയിട്ടുണ്ട്. ഒരു ചട്ടി ചോറ് തിന്നും, ആരാണെങ്കിലും ഒരു ചട്ടി ചോറ് തിന്നും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. കണ്ടാ അപ്പോൾ നമുക്കിനി ഇതിനകത്തായിട്ട് നമ്മുടെ മുരിങ്ങയില, അത് കണ്ട ചേച്ചി മുരിങ്ങയില നല്ലോണം അടർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മുരിങ്ങയില ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അധികം നേരം ഇത് അടപ്പിലിട്ട് വേവിക്കരുത്. പക്ഷെ അത് വാടി നല്ലോണം വെന്ത് പോകരുത്. മുരിങ്ങയില ഇതേപോലെ ഒന്ന് ഉലർന്ന് കിടക്കണം. നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ഭക്ഷണശാലയിലോട്ട് വന്നാൽ മതി മക്കളെ. അടിപൊളി കക്ക റോസ്റ്റാണ്. നമ്മുടെ മുരിങ്ങയിലൊക്കെ നല്ലോണം ആ മസാലയുടെ കിടന്ന് നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവും വളരെ രുചികരവുമായിട്ടുള്ളൊരു കക്ക റോസ്റ്റാണിത്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒരു പങ്ക് കക്ക മേടിച്ച് ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡിയായി. ചേച്ചി ഫ്ലെയിം ഓഫാക്കാൻ പോയത്. ചേച്ചിയുടെ വായിന് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വരും കേട്ടോ മക്കളെ. അതൊക്കെ ഒന്ന് പുറത്തേക്കണേ. അത്രക്കുള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ളു, പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി ഓഫാക്കാൻ പോയാണ് കേട്ടാ. അപ്പോൾ അതേ കണ്ട. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള കക്ക നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ.